ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനന്തപുരി തറവാട്ടിലെ പെണ്ണുങ്ങളെല്ലാം തുണിക്കടയിൽ ചെന്ന് ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് നമ്മുടെ നയന ഓരോരുത്തർക്കും ഓരോന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും ദേവയാനി, നീ എന്തിനാ ഇപ്പോൾ സെലക്ട് ചെയ്യുന്നത്? ഇത്രയും കാലം എല്ലാവർക്കും വേണ്ടി സെലക്ട് ചെയ്തിരുന്നത് ഞാനല്ലേ, ഇപ്പം എന്താ പ്രത്യേകത എന്ന് ചോദിച്ചുകൊണ്ട് ദേവയാനി ഇങ്ങനെ പറയുമ്പോൾ, നീ എടുത്തിരുന്നതൊക്കെ കൊള്ളില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഇപ്പം മോൾക്ക് അതിനൊരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ടെന്ന് മുത്തശ്ശി ഇരുന്ന് പറയാം. അപ്പം അത് ശരിയാണെന്ന് നമ്മുടെ ജാനകി സമ്മതിച്ചു. അവിടെയും നമ്മൾ ഔട്ടല്ലേ ഏട്ടത്തി എന്ന് പറഞ്ഞു ദേവയാനിയോട് ഈ ജലജ പതുക്കെ ചെവിയിൽ പറയാം. എന്തായാലും എനിക്ക് വേണ്ടുന്ന ഡ്രസ്സ് അത് ഞാൻ തന്നെ സെലക്ട് ചെയ്തോളാം എന്ന് ദേവയാനി പറഞ്ഞപ്പോൾ, ആയിക്കോട്ടെ, ഞങ്ങൾക്കൊക്കെ മോള് തന്നെ സെലക്ട് ചെയ്താൽ മതിയെന്ന് മുത്തശ്ശി പറഞ്ഞു. ദേവയാനിക്ക് കല്ല് കടിച്ചിട്ട് പാടില്ല കേട്ടോ. ആ സമയത്ത് നമ്മുടെ നയന ഇങ്ങനെ ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അനാമിക മോൾക്കുള്ളത് എടുക്കും മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ജാനകി പറയുന്നു. അങ്ങനെ അവർ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് എല്ലാവരും ഇഷ്ടത്തിനുള്ളതൊക്കെ എടുക്കുക. അപ്പോൾ ഇത് അനാമികയ്ക്ക് നല്ല മാച്ച് ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന ഒരു ഡ്രസ്സ് എടുത്ത് കൊടുത്തപ്പോൾ, അതത്ര പോരല്ലോ ഏട്ടത്തി എന്ന് ജലജ. അപ്പോൾ എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി പറയുന്നു. അതങ്ങ് എടുത്തേന്ന് പറഞ്ഞുകൊണ്ട് അടുത്തത് ദേവയാനി എടുപ്പിക്കുന്നു. ആ സമയത്ത് എനിക്കിത് ഇഷ്ടപ്പെട്ടു, നല്ല കളറാണെന്ന് പറഞ്ഞു നവ്യം പറഞ്ഞു. അപ്പോൾ മുത്തശ്ശി, നിങ്ങളുടെ ഇഷ്ടമൊന്നും ആരും ചോദിച്ചില്ല, മോൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ ഇല്ലേ, അതിപ്പോൾ അമ്മ കൊള്ളത്തില്ല എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അതൊന്നും മോള് നോക്കേണ്ട കാര്യമില്ല, മോൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു മുത്തശ്ശി നയനയോട്. ഇതെന്തായാലും അനാമികയ്ക്ക് നന്നായിട്ട് ചേരുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ പിന്നെ അത് എടുത്തോളാൻ പറഞ്ഞു നമ്മുടെ മുത്തശ്ശി. ആൾക്കാരുടെ മനസ്സിനിണങ്ങുന്ന വസ്ത്രം എടുക്കാൻ മോൾക്കൊരു പ്രത്യേക കഴിവാണെന്നൊക്കെ മുത്തശ്ശി ഇരുന്ന് ഇങ്ങനെ പുകഴ്ത്തി പറയും. അതൊന്നും ദേവയാനിക്ക് സഹിക്കുന്നില്ല. അതുകൊണ്ട് ഇങ്ങോട്ട് പുറപ്പെടുമ്പോൾ മുത്തശ്ശൻ പ്രത്യേകം പറഞ്ഞതാ മോളെ കൊണ്ട് എല്ലാം സെലക്ട് ചെയ്യിക്കണം എന്നുള്ളത്. അക്കാര്യത്തിലേ ഇവളെ കടത്തി വെട്ടാൻ ആരുമില്ലെന്ന് നവ്യ അന്നേരം പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ജലജ, ഞാൻ പറഞ്ഞില്ലേ കുടുംബത്തിൻ്റെ താക്കോൽ അവളുടെ കൈകളിലേക്ക് പോവുകയാണെന്ന് ഏട്ടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ജലജ ദേവയാനിയോട് പറയാം. ദേവയാനിയെ ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കട്ടെ ജലജ. അപ്പോൾ പൈസയൊന്നും ആരും നോക്കണ്ട, വില കൂടിയ ഡ്രസ്സ് തന്നെ രണ്ടാളും എടുത്താൽ മതിയെന്ന് മുത്തശ്ശി പറഞ്ഞു. ഇത് കഴിഞ്ഞ് ആണുങ്ങൾക്കും ഡ്രസ്സ് സെലക്ട് ചെയ്യണം, ഇന്ന് പാചകം ചെയ്യുന്നവർക്ക് നമ്മളെന്തെങ്കിലും സമ്മാനം കൊടുക്കണ്ടേന്ന് ചോദിച്ചു മുത്തശ്ശി. ആ സമയത്ത് നമ്മുടെ നയന ഒരു സാരി എടുത്ത് ഇങ്ങനെ ദേഹത്ത് വെച്ചു. അതിങ്ങനെ ദേഹത്ത് വെച്ചിട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ. എന്നിട്ട് മൊബൈൽ ഓണായ കാണാം 10-20 മിസ് കോൾ കിടക്കുന്നത്. അങ്ങനെ ഇപ്പോൾ എന്നെ വിളിച്ചിട്ട് എല്ലാവരുടെയും മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന പറയണം. അങ്ങനെ നയനയെ ദ്രോഹിച്ചതിന് ആദർശിന് വേണ്ടുന്ന പണി തന്നെയാണ് നമ്മുടെ നയന കൊടുക്കണത്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ആദർശ് ഫോണും കയ്യിൽ പിടിച്ച് ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുക. ഈശ്വര ഇപ്പോൾ വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ എന്നും പറഞ്ഞു. അപ്പം ആ സമയത്താണ് അനി അങ്ങോട്ടേക്ക് വരുന്നത്. ഏട്ടൻ ഇവിടെ വന്ന് നിൽക്കുകയാണോ, ഏട്ടൻ ഇത് ആരും വിളിക്കുന്നതെന്ന് ചോദിച്ചു. അത് പിന്നെ എന്താ ഏട്ടനൊരു പതർച്ച, നിന്നോട് മാത്രമായിട്ട് ഞാനൊരു കാര്യം പറയാമെന്ന് പറഞ്ഞു. പറയാൻ പറഞ്ഞു. സത്യം പറഞ്ഞാലേ നയനയുടെ നിർദ്ദേശങ്ങൾ ഫോണിൽ കേട്ടുകൊണ്ടാണ് ഞാൻ പാചകം തുടങ്ങിയത് എന്ന് പറയണു നമ്മുടെ ആദർശം. അതുകൊണ്ടാണ് എനിക്ക് അത്രയൊക്കെ ചെയ്യാൻ പറ്റിയതെന്ന്. അപ്പോൾ അനി ഇങ്ങനെ നോക്കുക. എന്നാൽ ഇടയ്ക്ക് ഞങ്ങളൊന്ന് പിണങ്ങിയടാ. ഇപ്പോഴാണെങ്കിലേ അവളെ ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ല. അത് ശരി, അപ്പോൾ മുത്തശ്ശൻ്റെ മുന്നിൽ വെച്ച് കള്ളത്തരം ചെയ്യുകയായിരുന്നല്ലേ എന്ന് അനി ചോദിച്ചപ്പോൾ, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ, അല്ലാതെ ആരുടെയും തല പോകുന്ന കേസൊന്നും അല്ലല്ലോ എന്ന് ആദർശ് ഇങ്ങനെ പറഞ്ഞപ്പോൾ, എന്നാലും നമ്മുടെ കഴിവിനനുസരിച്ച് പാചകം ചെയ്യുന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് നേട്ടത്തിൻ്റെ സഹായം തേടി അതൊട്ട് ശരിയായില്ല കേട്ടോ നാനി പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ, അവളിപ്പോൾ ഫോൺ എടുക്കണില്ല എന്ന് പറഞ്ഞു ആദർശ. അപ്പോൾ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഏട്ടത്തി കമൻട്രി പറയായിരുന്നല്ലേ എന്ന് ചോദിച്ചു. എന്നിട്ടാണ് വലിയ പാചകക്കാരനെ പോലെ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും പകുതി ആയിരിക്കല്ലേ എല്ലാം എന്ന് ചോദിച്ചപ്പം, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിക്കുന്നതെന്ന് ആദർശ് പറഞ്ഞു. ഞാൻ അമ്മയെ വിളിച്ചിട്ട് ഏട്ടത്തിയുടെ ഒരു ഫോൺ കൊടുക്കാൻ പറയട്ടെ എന്ന് ചോദിച്ചു. അതെ, അത് കൂടുതൽ കുഴപ്പമാവത്തേ ഉള്ളൂ, അവള് സത്യ ഇളയമ്മയോട് അങ്ങനെ പറഞ്ഞാലോ എന്ന് ചോദിച്ചു. ആകെ കുഴപ്പമായല്ലോ, മുത്തശ്ശനാണ് നമ്മുടെ ക്യാപ്റ്റനെ നാണം കെടുത്തുമെന്ന് ചോദിച്ചു അനി. ചിലപ്പോൾ നാണം കേടേണ്ടി വരുമെന്നാണ് തോന്നുന്നത് നമ്മുടെ ആദർശ് അന്നേരം പറഞ്ഞു. നേരത്തെ ഇങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവളുടെ കയ്യിൽ നിന്ന് കുറിപ്പ് വല്ലതും എഴുതി വാങ്ങാമായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഇതിനെ അടുത്തേട്ടെ ഉടക്കിയെന്ന് ചോദിച്ചു അന്നേരം അനി. അത് പിന്നെ അവൾ വല്ല വീരവാദം മുഴക്കി, അവളില്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. അതിന് ഞാനൊരു മറുപടി കൊടുത്തതാ, അത് അവൾക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആദർശേട്ടൻ്റെ മറുപടിയല്ലേ, പിന്നെ ഏട്ടത്തെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ലെന്ന് അനി പറയാം. എന്തൊരു കഷ്ടമായി പോയടാ, ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അവിടെ എല്ലാവരും കാത്തു നിൽക്കുക പാചകക്കാരനെ. അപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ നിന്നാൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും ബിസിനസ്സുമായിട്ട് നടക്കുന്നത് കൊണ്ട് നമുക്ക് ആർക്കും ആണെങ്കിൽ പാചകവും അറിയില്ല. അതുകൊണ്ടല്ലേ അച്ഛനും വലിയച്ഛനും ഒക്കെ മാന്യമായിട്ട് പറഞ്ഞത് നമുക്ക് മാന്യമായിട്ട് ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കാമെന്ന്. അത് കേട്ടപ്പോൾ അതിന് മുത്തശ്ശൻ സമ്മതിക്കില്ലല്ലോ എന്ന് പറഞ്ഞു ആദർശ്. നമുക്ക് അറിയാവുന്ന രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ മതി എന്നാണ് മുത്തശ്ശൻ പറയണത്. പക്ഷേ വായിൽ വെച്ച് കഴിക്കാൻ കൊള്ളത്ത് പിന്നെ ഉണ്ടാക്കി കൊടുത്തിട്ട് എന്താ കാര്യം, അതിൻ്റെ കൂട്ടത്തിൽ കളിയാക്കലും കേൾക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ ആദർശ് പറഞ്ഞു. ഇന്നാണെങ്കിൽ എല്ലാവരും വേറെ ഒരു മൂഡില്ല, കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് അടിച്ച് പൊളിച്ചാണ് നിൽക്കുന്നത്. അവിടെ നമ്മൾ തോക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അനിയോട് ആദർശം.
അത് പിന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പാചക വീഡിയോസ് ഉണ്ട് കേട്ടോ, നമുക്കത് നോക്കി ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പോൾ അതൊക്കെ ശരിയാകുമെന്ന് ആദർശ് ചോദിച്ചു. അത് മാത്രമല്ല പകുതി പാചകം കഴിയുകയും ചെയ്തു, ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് അതിനൊക്കെ അറിയൂ. പെട്ടുപോയി, അല്ലാണ്ട് പേട്ട എന്താ നമ്മൾ പറയുന്നതെന്നൊക്കെ ഇങ്ങനെ നേരം അനി പറയുന്ന സമയത്ത് എടാ എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു തരാൻ പറഞ്ഞു ആദർശ് അനിയോട്. ഐഡിയ പറഞ്ഞ നാളെ എന്തിനാ ഇങ്ങനെ പിണക്കിയതാ, ഇനിയിപ്പോൾ അങ്ങോട്ട് വരാൻ നോക്കാൻ പറഞ്ഞിട്ട് അനി അങ്ങോട്ടേക്ക് പോയി. ആദർശ് മൊത്തത്തിൽ ഇങ്ങനെ തീ വിഴിഞ്ഞ് അവിടെ അങ്ങനെ നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞ് അടുക്കളയിൽ ഓരോന്നിങ്ങനെ അടുപ്പത്തിരുന്ന് വെന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ജയൻ പറഞ്ഞു എടാ തോരൻ കരിയുന്നടാ, അവൻ വരുന്നത് വരെ ഇളക്കാനല്ലേ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശനും കൊണ്ട് ഇളക്കിച്ചോണ്ടിരിക്കുക. ജയൻ മുത്തശ്ശൻ പാവം നിന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോൾ ആദർശ് അങ്ങോട്ടേക്ക് വന്നു. നീ ഇത് എവിടെ പോയി കിടക്കുമായിരുന്നു എന്ന് നോക്കിക്കേന്നും പറഞ്ഞു. അങ്ങനെ ആ ഒരു ഇത് പറഞ്ഞ് ചെന്ന് നോക്കുമ്പോൾ ഇത് കരിഞ്ഞിരിക്കും. മുത്തശ്ശൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു ആദർശ, എടാ ഒന്നും ആയിട്ടില്ല ഇതുവരെ, നീ ആവേശത്തോടെ തുടങ്ങിയതല്ലേ, തീയൽ വല്ല തിരക്കില്ലാതെ വെച്ചതാ, പിന്നെ നിനക്ക് എന്താ പറ്റിയതെന്ന് ചോദിച്ചപ്പം അത് പിന്നെ മുത്തശ്ശ നമുക്ക് തീയിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്തൊക്കെയാണ് ഇവനീ പറയുന്നതെന്ന് ചോദിച്ചു മക്കളോട്. അച്ഛൻ എനിക്കറിയാൻ മേലച്ഛ, നിനക്ക് വേറെ ഉണ്ടാക്കി അറിയത്തില്ലേന്ന് ചോദിച്ചു അന്നേരം ജയൻ. ഏട്ടൻ എടുത്താൽ പൊങ്ങാത്ത ഭാരമല്ല എടുത്ത് തലയിൽ വെച്ചിരിക്കുന്നതെന്ന് അഭി പറഞ്ഞപ്പോൾ അതാ സത്യം വന്ന് അനി അന്നേരവും അതിനെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ആദർശ് അനിയെ നോക്കുക. അത് പറയാനാണോ അനിയനേട്ടൻ പുറത്തേക്ക് പോയതെന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ അത് പിന്നെ നമുക്ക് ബാക്കിയൊക്കെ ഹോട്ടലിൽ നിന്ന് വാങ്ങിയാലോ, നീ എന്നെ നാണം കെടുത്താൻ നോക്കുവാണോടാന്ന് ചോദിച്ചുകൊണ്ട് മുത്തശ്ശൻ ആദർശനോട് ദേഷ്യപ്പെട്ടു. മുത്തശ്ശ ഞാൻ ഇനി കാര്യം പറയാം. അതെ, ഇയർബഡ്സ് വഴി നയനടുത്ത് പറയുന്നത് കേട്ടിട്ടാ ആദർശേട്ടൻ പാചകം ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും കാര്യം മനസ്സിലായി. ആദർശിൻ്റെ സകല ഇമേജ് ഇവിടെ പൊളിഞ്ഞു കൊണ്ടാരും അടങ്ങി. അതിനിടയ്ക്ക് രണ്ടുപേരും കൂടെ അങ്ങ് കയറി ഉടക്കി. ഇപ്പം ഏട്ടത്തി മൊബൈൽ ഓഫാക്കി വെച്ചിരിക്കുകയാണെന്നും അനി പറഞ്ഞു. ആദർശ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തലയാട്ടിക്കൊണ്ട് നിൽക്കുക. അച്ഛനും ചെറിയച്ഛനും മുത്തശ്ശനും ഒക്കെ ഇങ്ങനെ നോക്കുക. എന്ന് മുതലാടാ നീ ഇങ്ങനെ കള്ളം പറയാനും കള്ളം ചെയ്യാനൊക്കെ തുടങ്ങിയെന്ന് മുത്തശ്ശൻ ചോദിച്ചപ്പം മുത്തശ്ശ ഇനിയിപ്പോൾ എന്തോ ഒരു പരിഹാരം എന്നൊന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ പരിഹാരം എന്താണെന്ന് വെച്ചാൽ സ്വയം കണ്ടെത്തിക്കോളാൻ പറഞ്ഞു മുത്തശ്ശൻ. അവർ പർച്ചേസ് കഴിഞ്ഞ് വരുമ്പോൾ അവരുടെ മുന്നിൽ ഫുഡ് ഉണ്ടാവുകയും വേണം, അത് ഇത്തിരി മോശമായാലും കുഴപ്പമില്ല, അത്ര എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞപ്പം എന്നാൽ പിന്നെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ശ്രമിച്ച് നോക്കാം അല്ലേ എന്ന് ആദർശ് ചോദിച്ചേ. എടാ നിനക്കിപ്പോൾ നിൻ്റെ എല്ലാ കാര്യത്തിനും ഭാര്യയെ ആശ്രയിക്കേണ്ട ആവശ്യത്തിലേക്ക് നീ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ആദർശ് വിയർക്കും കേട്ടോ. കമ്പനിക്ക് നല്ലൊരു ഡിസൈൻ വേണമെങ്കിൽ അതിന് നയനമോള് ശ്രമിക്കണം. ശമ്പളം വെച്ച് കുറേ എണ്ണത്തിന് വെച്ചിട്ടുണ്ട്, അവർക്കൊന്നും യാതൊരു കഴിവുമില്ലെന്ന് പറഞ്ഞ് മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നു. ഇങ്ങനെ ഭാര്യയെ മാത്രം ആശ്രയിച്ച് ജീവിച്ചാലേ നിന്റെ കാര്യമെല്ലാം പോക്കാണെന്ന് അച്ഛനും പറഞ്ഞു. എടാ അതുകൊണ്ട് നീ ഇവിടെയെങ്കിലും ഒന്ന് ജയിക്കാൻ നോക്കടാ എന്ന് ചെറിയച്ഛനും ആദർശനോട് പറയാം. ആദർശന് ഇങ്ങനെ കറങ്ങും കേട്ടോ, ഒരു രക്ഷയില്ല ആദർശനെ കൊണ്ട്. ആദർശന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആ സമയത്ത് നമ്മുടെ മുത്തശ്ശൻ അവിടെ നിന്ന് ആലോചിക്കുമ്പോൾ എടാ അത് പെട്ടെന്ന് എടുത്തോണ്ട് വാടാ എന്ന് പറഞ്ഞുകൊണ്ട് അനിയോട് ആദർശ് ചൂടായപ്പം അനന്തിന് ഏട്ടൻ എന്നോട് ചൂടാകുന്നതെന്ന് ചോദിച്ചു അനി. മുത്തശ്ശൻ അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുക. ആദർശനാണെങ്കിൽ തല പുകഞ്ഞോണ്ടേ ഇരിക്കുക, ഭയങ്കര ടെൻഷനും കാര്യങ്ങളും. എന്തായാലും ഇന്നത്തെ ദിവസം ഒരു കാര്യവും നടക്കില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും ഉറപ്പായി. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡ്രസ്സെല്ലാം എടുത്തിട്ട് പെണ്ണുങ്ങളെല്ലാവരും കൂടെ കടയിൽ നിന്ന് ഇറങ്ങുക. അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും എടുക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ തൽക്കാലം ഇത് മതി, ഇനിയിപ്പോൾ ഓണം അടുപ്പിച്ച് നമുക്ക് വരാമെന്ന് പറഞ്ഞ് ജലജ. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ സ്ഥാപനത്തിലേക്ക് പോകാം, മോള് ഡിസൈൻ ചെയ്ത ആഭരണങ്ങളാണ് ഇപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ സെയിലാകുന്നതെന്ന് അത് ലോകം അംഗീകരിച്ചിട്ടുണ്ട്. അതിനെങ്കിലും മോളുടെ അമ്മായിമ്മ അപ്പച്ചേക്ക് അംഗീകരിക്കുമോ എന്നിങ്ങനെ മുത്തശ്ശൻ ചോദിക്കാം. അമ്മേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാ വാങ്ങുന്നതെന്ന് ജലജ പറഞ്ഞപ്പോൾ അക്കാര്യത്തിൽ ഞാൻ ജലജയുടെ കൂടെ അമ്മേ, അവരവർക്ക് ഇഷ്ടപ്പെട്ടതല്ലേ വാങ്ങേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി ഇങ്ങനെ പറയണം. ഇവരെല്ലാവരും നേരെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. ഇവിടെ നമ്മുടെ വീട്ടിൽ വരുന്നതിന് മുൻപ് എന്തെല്ലാം ഡിസൈനുകൾ വന്നിട്ടുണ്ട്, ഏതെല്ലാം ഫാഷനുകളിലുള്ളതാണ് നമ്മുടെ കടയിൽ വന്നിട്ടുണ്ടായിരുന്നത്. സ്വർണ്ണക്കടയിൽ പോകുമ്പോൾ അതാണ് നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവള് ചെയ്തു എന്നുള്ള രീതിയിൽ എന്തിനാ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു. എങ്കിലും ഇഷ്ടപ്പെട്ട വാങ്ങിച്ചൂടെ എന്ന് മുത്തശ്ശി ചോദിക്കുക കേട്ടോ. ജ്വല്ലറിയിൽ നിന്ന് എന്ത് വാങ്ങിയാലും അതിലുള്ള പണം നമ്മുടെ ട്രസ്റ്റിൽ നിന്നല്ലേ പോകുന്നത്. അപ്പോൾ പിന്നെ പണത്തിൻ്റെ കാര്യത്തിലും ആരും വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞേ. അപ്പോൾ എന്തിനാ മുത്തശ്ശി ഇങ്ങനെ നിർബന്ധിക്കുന്നതെന്ന് നയന ചോദിച്ചു. ഓരോരുത്തർക്കും അവരവരുടേതായ ടേസ്റ്റുകളുണ്ട്, അതിനനുസരിച്ചുള്ള ആഭരണങ്ങൾ അതെല്ലാവരും വാങ്ങിക്കുന്നതല്ലേ നല്ലതെന്ന് ചോദിച്ചു നമ്മുടെ നയന. എന്നാലും അസൂയ കൊണ്ട് നല്ല ഡിസൈനുകൾ വേണ്ടാന്ന് പറഞ്ഞ് ശരിയാണോന്ന് നവ്യ അന്നേരം കയറി ചോദിച്ചു. അപ്പോൾ ആർക്കാടി അസൂയ എന്ന് ജലജ ചോദിച്ചപ്പം അനന്തപുരി തറവാട്ടിലെ അംഗങ്ങളാണ് നമ്മളെല്ലാവരും. വീട്ടിനകത്തെ വഴക്ക് ഇവിടെ കാണിക്കാൻ നിൽക്കരുത്, അച്ചടക്കമുള്ള വീടാണെന്നൊരു പേര് നമുക്കുണ്ട്, അതിന് നിങ്ങളായിട്ട് തിരുത്താനൊന്നും നിന്നേക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ട് മരുമക്കൾ വന്നതിന് ശേഷം അത്തരം മാറ്റങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടായതെന്ന് ജലജ അന്നേരം പറയാം. അതിനു മുൻപും വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്, നിന്നെപ്പോലെ ഒരുത്തി വീട്ടിലുണ്ടെങ്കിൽ പിന്നെ അതിന് കുറവൊന്നും ഉണ്ടാകാൻ യാതൊരു ചാൻസും ഇല്ലല്ലോ എന്ന് നമ്മുടെ മുത്തശ്ശി പറഞ്ഞു. അപ്പോൾ നവ്യയും നേരം കൂടെ ഇങ്ങനെ അടക്കിച്ചിരിക്കുക. വഴക്കിടാതെ എല്ലാവരും വരാൻ നോക്കാൻ പറഞ്ഞ് മുത്തശ്ശി അങ്ങനെ അവരെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോകണം.
അങ്ങനെ അവർ മുന്നിൽ അങ്ങ് നടന്നു പോകുന്നു. ഈ സമയത്ത് നമ്മുടെ നവ്യയും നയനയും കൂടെ അവിടെ നിൽക്കാം. എല്ലാ കുടുംബത്തിലും ഇതുപോലെ ഒരു മുത്തശ്ശനും മുത്തശ്ശിയും ഉണ്ടായിരുന്നെങ്കിൽ ഒട്ടുമിക്ക ദാമ്പത്യവും നന്നായി പോയേനെന്ന് നമ്മുടെ നവ്യ നയനയോട് പറയണം. അങ്ങനെ അവരവിടെ അതും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ഇവിടെ ആദർശ് കറിയൊക്കെ പുതിയത് വെച്ചിട്ട് ചെറിയച്ഛന് കയ്യിൽ കൊടുക്കുന്നത് പോലെ അച്ഛനോട് ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് അച്ഛൻ്റെ കയ്യിലേക്കും കൊടുക്കുന്നു. അച്ഛൻ അതെടുത്ത് വായിലേക്ക് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അയ്യോ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഓടി വാ കഴുകാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുക. മുത്തശ്ശന് കൊടുത്തു. മുത്തശ്ശൻ അത് വായിൽ വെച്ച് കഴിഞ്ഞിട്ട് മുത്തശ്ശനും വാ കഴുകാനായിട്ട് ഓടി. ആദർശാണെങ്കിലും നിൽക്കുക. എൻ്റെ പൊന്നെ, ഇവനെ ഏൽപ്പിച്ചത് എല്ലാത്തിനും കുഴപ്പം, നമ്മളുണ്ടാക്കിയിരുന്നെങ്കിൽ ഇതിനേക്കാളും നന്നായി എന്ന് പറഞ്ഞ് മുത്തശ്ശൻ ഇങ്ങനെ പറയാട്ടോ. എന്നാൽ പിന്നെ ഓൺലൈനിൽ നോക്കി ചെയ്താൽ പോരായിരുന്നോ എന്ന് ചോദിച്ചു അഭി. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എന്താ മുത്തശ്ശ ചെയ്യുന്നതെന്ന് ചോദിച്ചേ. ഇനിയിപ്പോൾ എല്ലാം വളരെ മോശമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് പട്ടിണി കിടക്കാൻ പറയാം, അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് നമുക്കും കഴിക്കാം. ഒരു കാര്യം എന്തായാലും ഉറപ്പായി, ഈ വീട്ടിലെ പെണ്ണുങ്ങളില്ല എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നയനമോളില്ലെങ്കിൽ ഈ വീട് ചലിക്കില്ല എന്നുള്ളതെന്ന് മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു. ഇതിപ്പോൾ എല്ലാവരും നാണം കിടന്നൊരവസ്ഥയാണല്ലോ എൻ്റെ അച്ഛ എന്ന് ജയൻ ഇങ്ങനെ പറഞ്ഞു. ഞാനെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞത് കൊണ്ടല്ലേ എല്ലാവരും ആശ്വാസത്തോടെ കയറി നിന്നത്. എന്തൊരു കഷ്ടമായിരുന്നൊക്കെ ആദർശ് പറയാം. നയനി എനിക്ക് പറഞ്ഞു തന്നില്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്തേനെന്ന് ചോദിച്ചു. എടാ അത് പിന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വിടില്ലായിരുന്നു എന്ന് ചോദിച്ചു. നിന്റെ ആത്മധൈര്യം കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാം ഇപ്പം തന്നെ നടക്കുമെന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കിയത്. ഇനിയിപ്പോൾ ഏതായാലും അവർക്ക് കുറേ നാളത്തേക്ക് ചിരിക്കാൻ ഒരു കാരണമായെന്നും പറഞ്ഞുകൊണ്ട് ജയനും പറഞ്ഞു കേട്ടോ. ആദർശാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയത്ത് പിന്നെ അവർ ജ്വല്ലറിയിലേക്ക് വന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ സെലക്ട് ചെയ്യാൻ തുടങ്ങും. ഒന്നാമത് ചിങ്ങമാസമാണ്, കല്യാണങ്ങളൊക്കെ ഒരുപാട് നടക്കുന്ന സമയമാണ്. ഈ സമയത്ത് തിരക്കുള്ളിടത്തേക്ക് പോവേണ്ട കാര്യമില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ മുത്തശ്ശി പറയോ ഏതോ ഒരു കടയിൽ വന്നപ്പോൾ അതിന് കുറ്റം പറഞ്ഞാണ് ജലജ. പിന്നെ നീ എപ്പോഴും കൊച്ചാക്കുന്ന നയനമോള് മൂർത്തീസ് ജ്വല്ലറിയുടെ പരസ്യമാണ് ഇപ്പോഴും എന്നുള്ള കാര്യം ദേവയാനിയോട് പറഞ്ഞു നമ്മുടെ മുത്തശ്ശി. അതുപോലെയുള്ള പേര് തന്നെയാണ് മോൾ ഉണ്ടാക്കി തന്നിരിക്കുന്നതെന്നും അത് ഒരിക്കലും കുറച്ച് കാണേണ്ട ഒന്നല്ലെന്നും പറഞ്ഞു. അതും ഈ വർഷത്തിൽ സെയിൽസിൽ തന്നെ കാണുന്നുണ്ടെന്നൊക്കെ പറയുവാണ്. അപ്പോൾ അത് ശരിയാണ്. ചേട്ടൻ പറഞ്ഞത് കഴിഞ്ഞ വർഷത്തെക്കാളും 50% സെയിൽ ഈ കൊല്ലം കൂടിയിട്ടുണ്ടെന്നാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകിയും പറഞ്ഞു. 50% എന്നൊക്കെ പറയുമ്പോഴേ ലാഭം എത്ര വരും നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എന്ന് മുത്തശ്ശി ഇങ്ങനെ പറയണം. അതിൻ്റെ 1% സ്നേഹമെങ്കിലും നീ നിന്റെ മരുമകൾക്ക് കൊടുക്കുന്നുണ്ടോ എന്ന് മുത്തശ്ശി ദേവയാനിയോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുക കേട്ടോ നമ്മുടെ ദേവയാനി. അമ്മ തന്നെയല്ലേ പറഞ്ഞത് വീട്ടിലുള്ള സംസാരം പുറത്തു വേണ്ടാന്ന്, പിന്നെ എന്തിനാ അതൊക്കെ ഇവിടെ പറയുന്നതെന്ന് ജലജ ചോദിച്ചപ്പം നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അസ്വസ്ഥതയൊക്കെ ഉണ്ടാകുമെന്ന് എനിക്ക് അറിയാമെന്ന് പറഞ്ഞു അന്നേരം മുത്തശ്ശി. അത് ശരി. പെട്ടെന്ന് പർച്ചേസ് കഴിഞ്ഞ് പോകാൻ നോക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ സ്റ്റാഫുകൾ അങ്ങോട്ടേക്ക് വന്നു, നമസ്കാരമൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾ വന്നെന്ന് കരുതി കസ്റ്റമേഴ്സിനെ നിയന്ത്രിക്കേണ്ട കാര്യമൊന്നും ഇല്ലാട്ടോ എന്ന് പറയുകയാണ് മുത്തശ്ശി. അല്ല അത് പിന്നെ അതൊന്നും ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ വരും നമുക്ക് അങ്ങോട്ട് ഇരിക്കാമെന്നും പറഞ്ഞിട്ട് അവർ വിളിച്ച് ഇവരെ അവിടെ കൊണ്ട് ഇരുത്തുക. എന്നിട്ട് അവിടുത്തെ ഡിസൈനുകൾ മുഴുവൻ നോക്കുവാണ്. ആ ഡിസൈനുകളൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ട് എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പോൾ പുതിയ ഫാഷനുകളിലുള്ള മാലകൾ പഴയതൊക്കെ ഒന്ന് മാറ്റി വാങ്ങാമായിരുന്നു എന്ന് നവ്യ അവിടെ നിന്ന് പറഞ്ഞപ്പം അങ്ങനെ മാറ്റി വാങ്ങാൻ ഒത്തിരി ഉണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ജലജ കളിയാക്കിയപ്പോൾ ഞങ്ങളുടെ അച്ഛൻ്റെ കഴിവിനൊത്ത് ഞങ്ങൾക്ക് സ്വർണം തന്നിട്ടുണ്ടെന്ന് നവ്യ അന്നേരം ജലജയോട് പറയാം. മാറ്റി വാങ്ങാനൊന്നും ഇപ്പം നിൽക്കേണ്ട, ഇഷ്ടമുള്ളതൊക്കെ എടുത്തോളാൻ പറഞ്ഞു മുത്തശ്ശി. അപ്പോഴേക്കും നമ്മുടെ നവ്യ ഇങ്ങനെ നയനയെ നോക്കുക. അതെ അനാവശ്യമായിട്ട് പൈസ കളയിക്കരുത് കേട്ടോ എന്ന് നയന നവ്യയോട് പറഞ്ഞു. എന്നാലും മുത്തശ്ശി എന്തെങ്കിലും നിർബന്ധിച്ചെടുത്തു തന്നാൽ കുഴപ്പമില്ലല്ലോ. അതൊന്നും വേണ്ടെന്ന് വെക്കുന്ന ചേച്ചി നല്ലതെന്ന് പറഞ്ഞു നയന. എന്താടി എന്ന് പറയുന്ന നവ്യ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ആ മാല അങ്ങോട്ടും എടുത്തേന്ന് പറഞ്ഞുകൊണ്ട് ആ മാല എടുത്ത് കാണിച്ചു. അപ്പോൾ അങ്ങനെ ഇവർ ഈ മാലയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നയനയുടെ ഡിസൈൻസ് ഉണ്ടോ എന്ന് ചോദിച്ച ആൾക്കാർ വരാറെന്ന് അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു. ദേവയാനി അവിടെയെല്ലാം നാണം കെട്ടിയിരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചു തുടങ്ങിയോന്ന് ചോദിച്ചു മുത്തശ്ശി. എന്ന് വെച്ചാൽ എല്ലാ മീഡിയയിലും മേഡത്തിനെ കുറിച്ചുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ വന്നല്ലോ എന്ന് ആ സ്റ്റാഫ് പറയാം കേട്ടോ. അപ്പോൾ നയനാസ് കളക്ഷൻസ് എന്നൊരു പേര് വെച്ച് നന്നായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ അന്നേരം പറഞ്ഞ് ദേവയാനീസ് കളക്ഷൻ എന്ന് പറഞ്ഞ് എപ്പോഴെങ്കിലും ഒരു ബോർഡ് വയ്ക്കാൻ ഇതുവരെ ആർക്കും തോന്നിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ജലജ പറയുക. അപ്പോൾ അത് കേട്ടപ്പോൾ ഈ മാല നന്നായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ദേവയാനി എടുത്ത് കൊടുത്തു. എന്നിട്ട് ദേവയാനി ഇങ്ങനെ എടുത്ത് നോക്കുക. അങ്ങനെ എടുത്തു നോക്കിയപ്പം അത് നയനാമ്മയുടെ ഡിസൈൻ ചെയ്ത പുതിയ മാലയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്റ്റാഫ് അവിടെ നിന്ന് പറഞ്ഞു. അപ്പോഴും ദേവയാനിക്ക് തിരിച്ചടി. നയന ഒന്നും മൈൻഡ് ചെയ്ത് നിൽക്കുന്നു. ഇവിടെ കൂടുതലും ഉള്ളത് നയനമ്മയുടെ ഡിസൈൻ ചെയ്ത നെക്ലേസുകളാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിക്ക് ദേവയാനി എന്ന് മുത്തശ്ശി പറഞ്ഞു. ഇനിയിപ്പോൾ വേറൊരെണ്ണം എടുത്താൽ അതും ഇവള് ഡിസൈൻ ചെയ്തതാണെന്ന് പറഞ്ഞ് ആകെ കുഴയുമല്ലോ എന്ന് ദേവയാനി മനസ്സിൽ ചിന്തിക്കുന്നു. ഈ സമയത്ത് ദേവയാനി ഇങ്ങനെ നയനയെ നോക്കുക കേട്ടോ. എന്ന് അന്നേരം ജലജ ഒരെണ്ണം എടുത്ത് കഴിച്ചു വെച്ചു. അപ്പോൾ അതും നയന മേഡത്തിൻ്റെ ഡിസൈൻ തന്നെയാണെന്ന് ആ സാറ് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ജലജ അത് അവിടെ അങ്ങനെ അങ്ങ് വെച്ചു. വേണ്ട എന്നുള്ളൊരിതിലെ നയന നല്ല തലയെടുപ്പോട് കൂടി തന്നെ അവിടെ നിൽക്കുന്നത്. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത്
മുത്തശ്ശനും അവരെല്ലാവരും കൂടി ഇന്ന് സംസാരിക്കുക. എടാ നിനക്കൊക്കെ ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ പറയുകയാണ് കള്ളം പറയരുതെന്ന്, നീ ഒന്നും അനുസരിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ അന്നേരത്തേനും വഴക്ക് പറയുന്നു. ഓണമാണ് വരുന്നത്, കള്ളവും ചതിയില്ലാത്ത ഒരാൾ വരുമ്പോഴാണ് എൻ്റെ മൂത്ത കൊച്ചുമോൻ കള്ളം പറഞ്ഞ് രക്ഷപ്പെടാനും ആളാവാനും നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മുത്തശ്ശൻ പറഞ്ഞപ്പം, മുത്തശ്ശ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണെന്ന് പറഞ്ഞപ്പം, എടാ ഇത് അബദ്ധമൊന്നും അല്ല പറയേണ്ടത്, നിന്റെ അഹങ്കാരം എന്ന് പറയണം. നീ എന്തിനാ വെറുതെ നയനമോളെ കയറി ചൊടിപ്പിച്ചത്, മോളുടെ മുന്നിൽ ആളാകാൻ നോക്കിയതെന്നൊക്കെ ചോദിച്ചപ്പം, ഏട്ടത്തിയുടെ കൂടെ നിന്ന് എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്, അത് വെച്ചിട്ട് വലിയൊരു സദ്യ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്നേരം നമ്മുടെ അനി പറഞ്ഞു. അവരൊക്കെ വരുമ്പോൾ എങ്ങനെയെങ്കിലും തടി തപ്പിയേ പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് അന്നേരം പറയുക കേട്ടോ നമ്മുടെ ചെറിയച്ഛൻ. ആ സമയത്ത് ജയനാണെങ്കിൽ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അച്ഛാ എന്നും പറഞ്ഞ് വിളിച്ചു. വേണ്ട, നീ എന്നോടൊന്നും പറയണ്ട. അല്ലച്ച അത് പിന്നെ ഞാൻ വേണ്ടാന്നേ, ഇപ്പം നീ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം, ഹോട്ടലിൽ നിന്ന് ഫുഡ് മേടിക്കാനല്ലേ, അങ്ങനെ വേണ്ട എന്ന് മുത്തശ്ശൻ പറഞ്ഞു. അവർ വന്നിട്ട് അങ്ങ് ഉണ്ടാക്കിയാൽ മതിയെന്നും പറഞ്ഞു. ആകെ നാണക്കേടായി, ഞാനാ പറഞ്ഞത് ഇന്ന് ആണുങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡ് പെണ്ണുങ്ങൾ കഴിച്ചാൽ മതിയെന്ന്. വസന്തരയുടെ മുന്നിൽ ഞാൻ ഇതുവരെ തല താഴ്ത്തി നിന്നിട്ടില്ല. അന്നേരം മുത്തശ്ശ ഞാനേ ഈ കുക്കിംഗ് വീഡിയോ നോക്കി ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് നമ്മുടെ ആദർശ് ചോദിച്ചപ്പം, വേണ്ടടാ, പാചകത്തിൻ്റെ പുസ്തകം നിനക്ക് കൊണ്ടുവന്ന് തരാം. എന്താ അടുക്കളയിലുണ്ടല്ലോ അത് നോക്കിയിട്ടല്ലേ നിന്റെ അച്ഛനും ഇളയച്ഛനും പാചകം തുടങ്ങിയത് എന്ന് ചോദിച്ചു മുത്തശ്ശൻ. ആ സമയത്താ ഇവൻ വലിയ കുക്കായിട്ട് വന്ന് ഇവൻ്റെ ഭാഗ്യം ക്ലിയർ ആക്കാൻ നോക്കിയെന്ന് പറഞ്ഞു ചെറിയച്ഛൻ. എന്നാൽ പിന്നെ ആ പാചക പുസ്തകം നോക്കി ഇളയച്ഛൻ പറ്റുന്നത് പോലെ തന്നെ അങ്ങ് ചെയ്തോളാൻ പറഞ്ഞു. അതൊന്നും ശരിയാകുന്ന കാര്യമൊന്നുമല്ലെന്ന് നേരം ജയൻ. അവരുണ്ടാക്കുന്നതിനേക്കാളും നല്ല ഫുഡ് കൊടുക്കാമെന്ന് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെന്തായാലും ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല. ഇവൻ ചെയ്തതുപോലെ അവരും കഴിച്ചിട്ട് വാഷ് ബേസിൽ തുപ്പിയാലുണ്ടല്ലോ നമ്മൾ ആണുങ്ങളുടെ മാനം പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ അപ്പോൾ നമുക്ക് ആകെ ഒരു വഴി എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ദേ വരുന്നു വീട്ടുമുറ്റത്തേക്ക് ഒരു കാറ്. ആ കാറിൽ വന്നിറങ്ങുന്നത് നമ്മുടെ ഷെഫ് പിള്ള സാറ്. അദ്ദേഹത്തിനെ കണ്ടപ്പോൾ ഇവരൊക്കെ അന്താളിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ, പാച്ചാതെ. അപ്പോൾ ഏതായാലും അദ്ദേഹം ഉണ്ടല്ലോ നമ്മളെ കാണാൻ വന്നതൊന്നുമല്ല, അച്ഛനെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞു. ഈ സമയത്ത് മിണ്ടിപ്പോകരുത് നീ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് പണിയെടുപ്പിക്കാമെന്ന് ആദർശ് പറഞ്ഞിട്ടാട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ അച്ഛൻ, അതായത് മുത്തശ്ശൻ അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുന്നു. അപ്പോൾ നമസ്കാരം സാർ എന്നും പറഞ്ഞു ചെന്നു. അപ്പോൾ എന്താണ് ഒരു മുന്നറിയിപ്പില്ലാന്ന് ചോദിച്ചപ്പം, എൻ്റെ സാറേ മൂർത്തി സാറിൻ്റെ കൊച്ചുമോൻ്റെ കല്യാണത്തിൻ്റെ അന്ന് എനിക്ക് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഒരുമാതിരി മനുഷ്യനെ അവഗണിക്കരുത് കേട്ടോ എന്ന് മുത്തശ്ശൻ നേരം പറയാം. എൻ്റെ മൂത്ത 2 കൊച്ചുമക്കളുടെയും കല്യാണം കഴിഞ്ഞു, അന്നും താനുണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്നും കേറ്റർ ചെയ്ത് നമ്മുടെ കുട്ടികൾ തന്നെയല്ലേ എന്ന് ചോദിച്ചപ്പം, അതുകൊണ്ട് അയോടോ താൻ വരേണ്ട അടുത്ത് താൻ തന്നെ വരണ്ടേ എന്ന് ചോദിച്ചു. അതെ, ഇത്തവണ ഒരേ സമയത്ത് 3-4 റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യണമെന്ന് മൂർത്തി സാറേ, അതുകൊണ്ട് ഓടിയെത്താൻ പറ്റത്തില്ലെന്നും ഷെഫ് സാറ് പറയാം. ഏതായാലും കേറ്ററിങ്ങിന് സാറ് വേണ്ടാന്ന് പറഞ്ഞാലും ഞങ്ങൾ തന്നെ അത് ചെയ്യത്തുള്ളൂ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അതിപ്പോൾ താനുള്ളപ്പോൾ വേറെ ആർക്കെങ്കിലും ഞാൻ കൊടുക്കോടോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും എല്ലാവരും ഇറങ്ങി വന്നു. ആദർശേ എന്നും പറഞ്ഞ് വിളിച്ച് മുത്തശ്ശൻ്റെ ചെങ്കോലും കിരീടവും വാങ്ങിയതിന് ശേഷം മൂർത്തീസ് ജ്വല്ലറി കുതിച്ചു കയറുകയാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ തരക്കേടില്ലാതെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. തരക്കേടില്ലെന്നല്ല, പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഷെഫ് സാർ നമ്മുടെ ആദർശനോട് പറഞ്ഞു. എടോ തൻ്റെ റെസ്റ്റോറൻറ്റ് പോലെ തന്നെയാണെന്ന് പറഞ്ഞപ്പം കല്യാണ പെയിനിങ് വന്നതെന്ന് പറഞ്ഞ് അനിയെ വിളിച്ചു. അദ്ദേഹം എനിക്ക് ഒരു ഗിഫ്റ്റും കൊടുക്കുന്നു. അപ്പോൾ അതേ നമുക്ക് എല്ലാവർക്കും കൂടി നിന്നൊരു സെൽഫി എടുക്കാമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആദർശ് ഇങ്ങനെ സെൽഫി എടുക്കുക. അത് കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും ഭാവമൊക്കെ കണ്ടപ്പോൾ സാറിന് എന്തോ ഒരു സംശയം. അപ്പോൾ എല്ലാവർക്കും എന്നോട് എന്തോ പറയാനുണ്ടല്ലോ, ഒരു പരിങ്ങലുണ്ടല്ലോ, എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ വീട്ടിലെ പെണ്ണുങ്ങളെല്ലാം പുറത്ത് പോയി ഷോപ്പിങ്ങിന് പോയതാ, അതിൻ്റെ ഒരു പരിങ്ങലാണെന്ന് പറഞ്ഞു. അപ്പോൾ താൻ വാന്നും പറഞ്ഞ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ അകത്തേക്ക് മുത്തശ്ശൻ വിളിച്ചുകൊണ്ട് പോവാം. അപ്പോൾ മുത്തശ്ശൻ കയറിപ്പോയി കഴിഞ്ഞപ്പം അതെ ഇപ്പോൾ കൃത്യസമയത്താണ് സാറ് വന്നിരിക്കുന്നത്. സാറ് വന്ന് ഈ ഒരു അവസരം നമുക്ക് മുതലാക്കാൻ പറ്റിയാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അനി ഇങ്ങനെ പറയുന്നു. ഏട്ടാ എന്തൊക്കെ പറഞ്ഞാലുവേ ദൈവം നേരിട്ട് അദ്ദേഹത്തെ കൊണ്ടുവന്നതുപോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനിയൻ ചേട്ടനോട് പറയാം. സംഭവം ശരിയാ, ഇവിടെ ഇപ്പോൾ പാചകം വഴിമുട്ടിപ്പോയെന്ന് നമ്മൾ ആരോട് പറയും, അല്ലെങ്കിൽ സാറിനോട് എങ്ങനെ പറയും, അച്ഛൻ എന്തായാലും പറയാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അത് പിന്നെ നമുക്കൊന്നുകൂടി ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് ചോദിച്ചു ആദർശം. വേണ്ട നീ ഇനി ട്രൈ ചെയ്താലേ വീട്ടിലുള്ളവരെല്ലാവരും ഇന്നത്തെ ദിവസം വാഷ്റൂമിൽ തന്നെ താമസിക്കേണ്ടി വരുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജയം പറയാം. ഏതായാലും ഒരു ജ്യൂസ് അടിക്കാനൊക്കെ എനിക്കറിയാം, ഞാൻ പോയി പിള്ള സാറിന് ഒരു ജ്യൂസ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ അനി അകത്തേക്ക് കയറി പോകുന്നു. ഇവരെന്നേരത്തേനും ഇങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ച് അവിടെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.